ലോക്സഭാ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് മാർച്ച് 9 പരിഗണിക്കാൻ സാധ്യത. നോട്ടീസിൽ തീരുമാനമെടുക്കുന്നതുവരെ സ്പീക്കർ ഓം ബിർള സഭയിൽ എത്തില്ല. ധാർമ്മികത മുൻനിർത്തിയുള്ള തീരുമാനമെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തായാലും സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയമായി ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് തന്നെ പോവുകയാണ്. പ്രമേയ നോട്ടീസ് മാർച്ച് 9 പരിഗണിക്കാനാണല്ലോ സാധ്യത. എങ്ങനെയാകും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ? ഒപ്പം മറ്റു വിവരങ്ങൾ. പ്രവിത, ഈ സ്പീക്കർക്ക് എതിരായി ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് എന്നുള്ളത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നതല്ല. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ലോക്സഭാ സ്പീക്കർക്ക് ഇത് 4ാം തവണയാണ് ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിക്കുന്നത്. 39 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായി പ്രതിപക്ഷം അത്തരത്തിലൊരു നോട്ടീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ അവിശ്വാസ പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ രീതി അനുസരിച്ച് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കാൻ ആവശ്യമായി ഉള്ളത്. 100ഓളം അംഗങ്ങളുടെ ഒപ്പ് ആവശ്യമാണ്. പ്രതിപക്ഷം സമർപ്പിച്ചിരിക്കുന്ന നോട്ടീസിൽ 118 അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദം മാർച്ച് 9 ആരംഭിക്കുമ്പോൾ അന്ന് തന്നെയായിരിക്കും ഈ നോട്ടീസ് പരിഗണിക്കുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതേസമയം ഈ നോട്ടീസ് മുന്നിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ എത്തേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. അതായത് ഈ ബജറ്റ് സമ്മേളനത്തിന്റെ 1ാം പാദം പൂർത്തിയാകാൻ ഇനി 2 ദിവസങ്ങൾ കൂടിയാണ് ഉള്ളത്. ആ 2 ദിവസങ്ങൾ അദ്ദേഹം സഭയിൽ എത്തില്ല. കൂടാതെ മാർച്ച് 9 ഈ നോട്ടീസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം അധ്യക്ഷ കസേരയിൽ ഉണ്ടാകില്ല. മറിച്ച് സ്പീക്കർ പാനലിലുള്ള ആരെങ്കിലും ആയിരിക്കും അധ്യക്ഷത വഹിക്കുക. ഇന്നും ഇത്തരത്തിലൊരു നോട്ടീസ് രാവിലെ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല. രാവിലെ BJP അംഗം PC മോഹനായിരുന്നു 11 മണിക്ക് സഭ ആരംഭിച്ചപ്പോൾ അധ്യക്ഷത വഹിച്ചത്. പിന്നീട് 12 മണിക്ക് BJP അംഗമായ കൃഷ്ണപ്രസാദ് തെന്നട്ടിയായിരുന്നു ചെയറിൽ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഈ ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ച ആരംഭിച്ചപ്പോഴും കൃഷ്ണപ്രസാദ് തെന്നട്ടി തന്നെയാണ് ചെയറിൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പാനലിലുള്ള NK പ്രേമചന്ദ്രൻ MP ആണ് ഇപ്പോൾ ലോക്സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു നോട്ടീസ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടറി ജനറലിന് സമർപ്പിച്ച പശ്ചാത്തലത്തിൽ തന്നെ സ്പീക്കർ ഓം ബിർള സഭയിൽ എത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ധാർമ്മികത മുൻനിർത്തിയുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെത് എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.